എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വി കോളറാണ്. ഒപ്പം അതിൻ്റെ കൂടെ ഒരു സ്റ്റാറിൻ്റെ ഡിസൈനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും പീസ് ഷോൾഡറും ആം ഹോളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിടാണ്. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം സാധാരണ നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുക, അതായത് സാധാരണ ഒരു ചുരിദാറിന് നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുക, അപ്പോൾ ഒരു 3 ഇഞ്ചാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. 3.5 ഇഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4.5 എടുക്കുക. അങ്ങനെ എത്രയാണോ നിങ്ങൾ നോർമൽ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ കൂടെയും 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് വെടുത്ത് എടുത്തിട്ടുള്ളത്. ആ വെടുത്തിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തപ്പോൾ 4 ഇഞ്ചാണ് വെടുത്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ 8 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഈ ലെങ്ത്ത് നിങ്ങൾ സാധാരണ നെക്കിൽ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചൊക്കെയാണ് നിങ്ങൾ ലെങ്ത്ത് എടുക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുത്താൽ പോരാ. ഒരു 7 ഇഞ്ചെങ്കിലും നിങ്ങൾ മാക്സിമം ലെങ്ത്ത് എടുക്കണം. എന്നാൽ മാത്രമേ ആ സ്റ്റാർ വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാതെ കഴുത്തിങ്ങനെ ഇറുങ്ങി പിടിച്ചിരിക്കുമ്പോൾ ആ സ്റ്റാർ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇനി നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റും മുകളിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടി സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു വി ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. ഇതന്നെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ ഇതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ഗ്ലാസ് നെക്ക് എന്നാണ്. അതായത് ഈ ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്നത് ഗ്ലാസ് ഷേപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ബാക്കി എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളിൽ നമുക്ക് നെക്കിന് ആവശ്യമായിട്ടുള്ള പീസും നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് നമ്മളെ തുണിയിൽ, അതായത് ഏത് തുണിയിലാണോ നമ്മൾ നെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ തുണിയിൽ ചീത്ത വശത്തൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് തുണി സൈഡിലൊക്കെ വെച്ചതിന് ശേഷം ബാക്കി തുണി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചിട്ട് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാട്ടോ. വെറുതെ കുറേ തുണി വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് മുകൾ വശം ഒരേ ലെവലിൽ, അതായത് സെയിം ലെവലിൽ വെച്ചതിന് ശേഷം നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതേപോലെ സെൻറ്റർ, അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുക. അപ്പോൾ എവിടെയാണോ സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നെക്ക് വരച്ചിട്ട് ചെയ്തിട്ടുള്ള തുണിയിലും ഇതേപോലെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തുണീൻ്റെ നല്ല വശത്ത് ഷോൾഡറിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട്, അതായത് നെക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. ഒരു നോർമൽ സാധാരണ സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നെക്ക് അത് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വിട്ടിട്ട് നിങ്ങൾ ബാക്കി തുണി കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുണിയിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കാരണം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നത്. ഈ സെൻറ്ററിൽ ആ ഗ്ലാസിൻ്റെ 2 വശത്തേക്കുമായിട്ട് ആംഗിളായിട്ട് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം. ഈ പതിച്ചടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കട്ട് കൊടുത്ത തുണി ഉള്ളോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം അത് മറിച്ചെടുത്തിട്ട് ഒന്നും കൂടി പതിച്ചടിക്കുക. അതായത് പെർഫെക്റ്റ് ആയിട്ട് ആ നെക്ക് അവിടെ വരാൻ വേണ്ടിയിട്ടാണ്, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നല്ല തുണീൻ്റെ ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിൽ ബാക്കിലെ പീസ് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാണ്. സാധാരണ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോയിലെല്ലാം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഈ വീഡിയോയിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നില്ല. കാരണം സ്ലോപ്പ് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യാമെന്ന് കുറേ ആളുകൾ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് ചെയ്യാതെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ലോപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ നെക്ക് വിഡ്ത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തല്ലോ. അപ്പോൾ ആ 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ചിൽ സ്ലോപ്പ് ചെയ്യാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബാക്കിലെ നെക്ക് 1/2 ഇഞ്ചിൽ, അതായത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇവിടെ ഷോൾഡർ നമ്മൾ സ്ലോപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാത്തത്. കാരണം പിന്നെ ബാക്കിലെ നെക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലെ നെക്ക് 1/2 ഇഞ്ചിൽ റൗണ്ട് ഷേപ്പിൽ കുഴിച്ച് കട്ട് ചെയ്യാൻ മറക്കരുത്. കോളറിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തുണി രണ്ടാക്കി മടക്കിയിടുക. അതായത് നല്ല തുണി രണ്ടാക്കിയിട്ട് മടക്കിയിടുക. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ ബാക്കിലെ പീസ് ഇതേപോലെ ഇങ്ങനെ മടങ്ങി കിടക്കും. അത് നിങ്ങളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. കാരണം അതിലൂടെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ടാപ്പ് വെച്ചിട്ട് ഒന്ന് അളന്നെടുക്കുക. കറക്റ്റ് അളക്കുക. അളക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. കാരണം നമ്മൾ
ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. അപ്പോൾ ആ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ട് വേണം നമ്മളിതേപോലെ അളക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നിങ്ങൾ ഇതേപോലെ ആംഗിളായിട്ട് അളക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ടാപ്പ് ഇങ്ങനെ ചരിച്ചിട്ട് അളക്കുക. അപ്പം നമുക്ക് 13.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 13.5 ഇഞ്ചാണ് നമുക്ക് കോളറിന് ഒരു സൈഡിലേക്ക് വേണ്ട അളവ്. അതായത് അപ്പോൾ 2 സൈഡിലേക്കും കൂടി ആകുമ്പോൾ 27 ഇഞ്ച്, ഒരു സൈഡിലേക്ക് മാത്രം 13.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ വി ഷേപ്പ് ഒന്ന് അളക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ടാപ്പ് ഒന്ന് പിടിച്ച് മടക്കി കൊടുത്താൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. എന്നിട്ട് അവിടെ 2 സൈഡിലും ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഈ കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ സ്റ്റാർ കൊടുക്കാൻ പോകുന്നത്. അതിനുകൊണ്ടാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഷേപ്പിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്യുക. കറക്റ്റ് സെൻറ്റർ മെഷർ ചെയ്യുമ്പോൾ 2 ഇഞ്ചാണുള്ളത്. 2 ഇഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1.25 ഇഞ്ചെങ്കിലും കോളറിന് വിടുത്തെടുക്കുക. അതായത് എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിനേക്കാൾ ഒരു 1/4 ഇഞ്ചും കൂടി എടുക്കുക. അതായത് 2ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം നമ്മൾ കോളറിൻ്റെ വിടുത്ത്. ഇനി ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്, പേസ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കറക്റ്റ് 2 മടക്കിയിട്ടതാണ്. മടക്കിയിട്ടപ്പോഴുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. നമുക്ക് നേരത്തെ 13.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന്, അതായത് ലെവലായിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച്, അതായത് 0.5-ൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ അളന്ന് വെച്ചിട്ടുള്ള 1.25 ഇഞ്ച് കോളറിൻ്റെ വിടുത്ത് 1.25 ഇഞ്ച്, ആ 1.25 ഇഞ്ച് വിടുത്തും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇത് താഴെ നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്, മുകളിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ വി ഷേപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് 8.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 4.25 ഇഞ്ച്. ഈ 4.25 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 1/2 ഇഞ്ച് എക്സ്ട്രാ ആണ് കോളറിന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 13.5 ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം മുകളിലേക്ക് ഇപ്പം 4.25 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുമ്പോൾ 4.25 ഇതേപോലെ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു സെൻറ്റർ മാർക്ക് ചെയ്യുക. അതായത് സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റാറിന് എത്രയാണോ വിടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ 2 സൈഡിലേക്കും മാർക്ക് ചെയ്യാം. അതായത് 1 ഇഞ്ച് വിടുത്തുള്ള സ്റ്റാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് 0.5 ഒരു സൈഡിലേക്കും 0.5 മറ്റേ സൈഡിലേക്കും അങ്ങനെ മാർക്ക് ചെയ്യാം. ഞാൻ സ്റ്റാറിനും വിടുത്തെടുക്കുന്നത് 1.25 ഇഞ്ച് തന്നെയാണ്. കാരണം കോളറിൻ്റെ വിടുത്ത് 1.25 അല്ല. അപ്പോൾ അതന്നെ സ്റ്റാറിനും എടുത്തിട്ട് 2 സൈഡിലേക്കും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു വി ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ പീസും ഈ വി ഷേപ്പും ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഏത് ക്ലോത്തിലാണോ കോളർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കുറച്ച് തുണി വിട്ടതിന് ശേഷം വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തുണി ഇതേപോലെ സൈഡിൽ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ തുണി ഇതേപോലെ കറക്റ്റ് ഇതേപോലെ മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വി ഷേപ്പ് മാത്രം ഒന്ന് മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് ആദ്യം അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക, സെൻറ്ററിലെത്തുമ്പോൾ നിർത്തുക, എന്നിട്ട് പിന്നെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ 2 വി ഷേപ്പ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഈ പേസ്റ്റിംഗ് പേപ്പർ നിൽക്കുന്ന ഭാഗം, ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കാരണം നമ്മൾ നല്ല ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റിച്ച് എവിടെയാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈഡിൽ പേസ്റ്റിംഗ് പേപ്പറിൻ്റെ കറക്റ്റ് അളവിൽ ബാക്കി സൈഡ് കട്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി വെച്ചതിന് ശേഷം ബാക്കി തുണി എക്സ്ട്രാ കുറേ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഇനി അതല്ല കറക്റ്റ് കുറച്ച് തുണിയുള്ളെങ്കിൽ അതങ്ങനെ തന്നെ നിർത്തുക. ഇതേപോലെ നല്ല തുണി എടുക്കുക. നല്ല തുണീൻ്റെ 2 സൈഡിലും നമ്മൾ സ്റ്റാർ കറക്റ്റ് വരേണ്ട പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കറക്റ്റ് ഇതേപോലെ ഉള്ളിലേക്ക് കറക്റ്റ് സ്റ്റാർ വരേണ്ട പോയിന്റിൽ വെച്ച് കൊടുക്കുക. എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് കളറിൽ ത്രെഡിൽ ആ സ്റ്റിച്ച് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ സ്റ്റിച്ച് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വൈറ്റ് കളറിൽ ത്രെഡ് വരുന്ന ഭാഗം ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗം പുറത്തേക്ക് കാണുന്ന പോലെ കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത സെൻറ്ററിൽ നമ്മൾ ഇപ്പം അതായത് വി ഷേപ്പിൽ നമ്മൾ കോളർ കട്ട് ചെയ്തില്ലേ ആ ഭാഗം കറക്റ്റ് വരുന്ന പോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. നിങ്ങൾ കറക്റ്റ് അളവാണെന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതായത് നിങ്ങൾ മെഷർ ചെയ്യുമ്പം കറക്റ്റായിട്ട് അളവ് കറക്റ്റാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റാക്കിയിട്ട് തന്നെ അത് കിട്ടും. നമ്മൾ ഇതേപോലെ സൈഡിലൊക്കെ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തറ്റം മുതൽക്ക് അടുത്ത തറ്റം വരെ
വളരെ നോർമലായിട്ട് സാധാരണ എങ്ങനെയാണോ സ്റ്റിച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾ സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, വളരെ പതുക്കെ മെല്ലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവസാന ഭാഗം എത്തുമ്പോൾ, അതായത് ഇതുപോലെ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്ററും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ കുറച്ചധികം ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക, ലോക്ക് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ വി ഷേപ്പിൽ സ്റ്റാർ കൂടി വരുന്ന രീതിയിൽ കോളർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.